നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റായ റിലീജിയസ് ഡെസ്റ്റിനേഷൻസ് ഇൻ ദ ഇന്ത്യ ആൻഡ് ദർ സിഗ്നിഫിക്കൻസ് എന്ന പാഠഭാഗമാണ്. അപ്പൊ നമുക്കിതിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് അമൃത്സറിനെ കുറിച്ചിട്ടാണ്. അപ്പം അമൃത്സർ പഞ്ചാബിലാണ് അമൃത്സർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് ഗുരു രാംദാസ് ആണ് ഇതിന്റെ ഫൗണ്ട് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇത് ഗോൾഡൻ ടെമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ടെമ്പിൾ ആയത് കാരണം തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഒരു റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു അമൃത്സർ വേറെ മറ്റു പേരുകളിലും അറിയപ്പെടുന്നു. ഹരിമന്ദിർ സാഹിബ്, ദർബാർ സാഹിബ് അല്ലെങ്കിൽ സുവരൻ മന്ദിർ എന്നുള്ള രീതിക്കൊക്കെ ഈ ഒരു അമൃത്സർ ഉള്ള ഗോൾഡൻ ടെമ്പിൾ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് സിക്കിമിന്റെ പ്രീ എമിനന്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സൈറ്റ് അല്ലെങ്കിൽ പിൽഗ്രിം ആയിക്കൂടെയാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇതിന്റെ അടുത്തായിട്ട് ഏകദേശം ഒരു മാൻ മെയ്ഡ് പൂൾ ഉണ്ട്. അത് നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് 1577 ആ ഒരു മാൻ മെയ്ഡ് പൂള് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി 1604 ഗുരു അർജുൻ, അഞ്ചാമത്തെ സിഖ് ഗുരുവാണ്. അദ്ദേഹം ഈ ഒരു പ്ലേസില് ആദ്യധർമ്മന്റെ ഒരു കോപ്പി പ്ലേസ് ചെയ്യപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാന ഒരു എമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നറിയപ്പെടുന്നത് ഗുരു അർജുനാണ്, അഞ്ചാമത്തെ സിഖ് ഗുരുവാണ്. കാരണം അദ്ദേഹം ആദ്യധർമ്മന്റെ ഒരു കോപ്പി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടെമ്പിള് ആണ് ഇതാണ് ഇതിന്റെ ഈ ഒരു ടെമ്പിളിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു പ്രൊമിനന്റ് ഫിഗർ ആയിട്ട് അറിയപ്പെടുന്നത്. 1984 പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരില് ഒരുപാട് ഇന്ത്യൻ സോൾജേഴ്സിനെ ഇവിടേക്ക് അയച്ചു. ആ ഒരു യുദ്ധത്തില് ഒരുപാട് സോൾജേഴ്സിനും മിലിറ്റൻസിനും സിവിലിയൻസിനും ഒക്കെ ഒരുപാട് ഡെത്ത് സംഭവിക്കപ്പെട്ടു. അതിന്റെ ആ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഭാഗമായിട്ട് ഗുരുദ്വാറിലും അതിന്റെ അടുത്തുള്ള അക്കൽ ധക്റ്റിലും ഒക്കെ ഒരുപാട് ഡിസ്ട്രക്ഷൻസും സംഭവിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ ടെമ്പിള് എല്ലാ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ ആൾക്കാർക്കും ഒരു ഓപ്പൺ ഹൗസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടെമ്പിൾ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് എല്ലാ ആൾക്കാർക്കും അവിടേക്ക് പ്രവേശനമുണ്ട്. പഞ്ചാബിന്റെ ഒരു 19ാം നൂറ്റാണ്ടില് പഞ്ചാബിന്റെ എംപറർ അല്ലെങ്കിൽ രാജാവ് ഒക്കെ ഒരു ഭരണാധികാരി ആയിട്ടുള്ള ആള് ഇവിടെ ഈ ഒരു ടെമ്പിളിന്റെ മുകൾ ഭാഗത്തായിട്ട് ടോപ്പിലായിട്ട് ഒരുപാട് ഗോൾഡ് കവർ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഗോൾഡൻ ടെമ്പിൾ എന്നുള്ള പേര് അമൃത്സറിന് ലഭിക്കുന്നത്. അപ്പം ഇതിന് മെയിൻ ആയിട്ട് 4 എൻട്രൻസുകളാണ് ഉള്ളത്. അപ്പം ഈ 4 എൻട്രൻസും സിഖ് ബിലീഫിന്റെ പ്രകാരം ഇത് ഇക്വാലിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. 4 എൻട്രൻസും ഒരു ഇക്വാലിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹോളി പ്ലേസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു ഗുരുദ്വാർ കോംപ്ലക്സ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്ലേസ് കൂടെയാണ് ഇത്. അപ്പം ഇതിന്റെ റിലീജിയസ് ലാൻഡ്മാർക്ക് ഇന്ത്യയിലും അതേപോലെ സിഖിന്റെ ഒരു സെൻട്രൽ ഒരു സ്പിരിച്വൽ ബിലീഫ് ഫെയ്ത്തിന്റെ ഒരു സെൻട്രൽ പാർട്ട് കൂടെ ആയിട്ടാണ് അമൃത്സർ അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിളിനെ കണക്കാക്കുന്നത്. അടുത്തത് തിരുപ്പതിയാണ് പഠിക്കാനുള്ളത്. അപ്പൊ തിരുപ്പതി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇത് സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ് എന്നറിയപ്പെടുന്നു. തിരുപ്പതി ഡിസ്ട്രിക്റ്റിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് കൂടെ ഈ തിരുപ്പതി ടെമ്പിൾ അല്ലെങ്കിൽ തിരുപ്പതി ടെമ്പിൾ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു റിലീജിയസ് സിഗ്നിഫിക്കൻസ് കൂടാതെ തന്നെ ഇതിന്റെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് കൂടെ തിരുപ്പതിയിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. കുർണൂൾ കഴിഞ്ഞാല് ഏറ്റവും ഒരു സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആയിട്ടാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ഡിസ്ട്രിക്ട് അറിയപ്പെടുന്നത്. അപ്പൊ 2012 to 2013 കാലയളവില് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ടൂറിസം ഇതിനെ ബെസ്റ്റ് ഹെറിറ്റേജ് സിറ്റി ആയിട്ട് കൂടെ റെക്കഗ്നിഷൻ കൊടുത്തു. മാത്രമല്ല ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്മാർട്ട് മിഷൻ പദ്ധതിയിൽ സ്മാർട്ട് സിറ്റി എന്നുള്ള പദ്ധതിയിൽ ഒരുപാട് ഒരു 100-ലേറെ സിറ്റീസ് അതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിറ്റി കൂടെയാണ് ഈ ഒരു തിരുപ്പതി എന്ന് പറയുന്നത്. അപ്പൊ തിരുപ്പതി ഒരു ഹോളിയസ്റ്റ് ഹിന്ദു പിൽഗ്രിമേജ് സൈറ്റ് കൂടെ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യപ്പെടുന്നത്.
ഈ ഒരു തിരുപ്പതി ടെമ്പിള് റിലീജിയസ് സിഗ്നിഫിക്കന്റ് മാത്രമല്ല, പകരം ഇതിന്റെ ഒരു ആർക്കിടെക്ചറും കൂടെ ആർക്കിടെക്ട് പാർട്ട് കൂടെ നോക്കുകയാണെങ്കിൽ അതിലും ഒരുപാട് പ്രശസ്തി ആർജിച്ച ഒരു ടെമ്പിളാണ് ഈ ഒരു തിരുപ്പതി. അതായത് ഇതിന് റിലീജിയസ് സിഗ്നിഫിക്കൻസ് മാത്രമല്ല, ആർക്കിടെക്ട് ഏറ്റവും മനോഹരമായിട്ടും വിസ്മയിപ്പിക്കുന്ന രീതിക്കും കൂടെയാണ് ഇതിന്റെ ആർക്കിടെക്ചറൽ ഫോമും എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അജ്മേർ ആണ്. അപ്പം അജ്മേർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു സിറ്റിയാണ് അജ്മേർ. ഇതിന്റെ അജ്മേർ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ അജ്മേർ ഡിസ്ട്രിക്ട് ഡിവിഷന്റെ ഒക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടും അജ്മേർ അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു തിരുപ്പതി ഇന്ത്യൻ ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതിയിൽ 100-ൽ ഒരു സിറ്റി ആയിട്ട് തിരുപ്പതി സെലക്ട് ചെയ്യപ്പെട്ടതാണെന്ന്. അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്മാർട്ട് സിറ്റി മിഷന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സിറ്റി കൂടെയാണ് അജ്മേർ. അപ്പൊ അജ്മേർ ആരവല്ലി മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ്. അജ്മേർ ഒറിജിനലി അറിയപ്പെടുന്നത് അജയ് മേര് എന്നുള്ള പേരിലാണ്. അതിനർത്ഥം അജയ് മേരിനർത്ഥം ഇൻവിൻസിബിൾ ഹിൽ എന്നാണ്. അപ്പൊ അജ്മേർ ഇസ് ദ ഹോം ടു ദി അജ്മേർ ഷെരീഫ് ദർഗ്. ഇതൊരു ഹോളി മുസ്ലിം പിൽഗ്രിം ആണ്. ഹിന്ദുസിന്റെയും മുസ്ലിംസിന്റെയും ഒരു പോപ്പുലർ ആയിട്ടുള്ള പിൽഗ്രിമേജ് സൈറ്റ് ഓഫ് ഇന്ത്യ ആയിട്ടാണ് അജ്മേർ അറിയപ്പെടുന്നത്. അജ്മേർ ഒരു റിലീജിയസ് പാർട്ടിൽ മാത്രമല്ല, ഒരു എഡ്യൂക്കേഷണൽ സെന്റർ ആയിട്ട് കൂടെ അജ്മേർ അറിയപ്പെടുന്നുണ്ട്. അടുത്തത് പഠിക്കാനുള്ളത് ബോധഗയയാണ്. അപ്പം ബോധഗയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബുദ്ധ മതവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ബോധഗയ. അപ്പൊ ബോധഗയ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ബീഹാറിലാണ്. ബോധഗയ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നേരത്തെ പറഞ്ഞു ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബുദ്ധനുമായി അസോസിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു ബോധഗയക്കും ഒരുപാട് റിലീജിയസ് അല്ലെങ്കിൽ റിലീജിയസ് സിഗ്നിഫിക്കൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം പറയപ്പെടുന്നത് ബോധ ട്രീക്ക് അണ്ടറിൽ എൻലൈറ്റൻമെന്റ് കിട്ടിയത് ഈ ഒരു പ്ലേസിൽ വെച്ചിട്ടാണ് ബുദ്ധന് എൻലൈറ്റൻമെന്റ് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിലൊരു റിലീജിയസ് സിഗ്നിഫിക്കൻസ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ ബുദ്ധമതം എന്താന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു പേഴ്സണൽ എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ റിഫ്ലക്ഷൻ ആണ്. ഒരു സൊസൈറ്റിയിലേക്ക് പേഴ്സണൽ റിഫ്ലക്ഷനെ കുറിച്ചിട്ടാണ് ബുദ്ധമതം പറയുന്നത്. നമ്മുടെ ഈ ഒരു വേൾഡില്, ഈ ഒരു ലോകത്ത് നമ്മുടെ എക്സിസ്റ്റൻസ്, ലൈഫിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫ്രീ വില്ല് നമുക്കുണ്ട്. ഏത് സിറ്റുവേഷൻസിലും ഏത് സമയത്തും ഏത് രീതിക്കും നമ്മുടെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ എയിം എന്താണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം മനുഷ്യർക്കാണെന്നുള്ളതാണ് ബുദ്ധമതം പറയുന്നത്. മാത്രമല്ല ലൈഫിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഈ ഒരു വേൾഡിൽ ഒരു എക്സിസ്റ്റൻസ് നമുക്കുണ്ട്. ആ ഒരു എക്സിസ്റ്റൻഷ്യൽ പർപ്പസ് എന്താണെന്ന് നമ്മൾ അറിയണം. അല്ലെങ്കിൽ അത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് ലീഡ് ചെയ്യും. ഞാൻ എന്തിനു ജീവിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ് ബുദ്ധമതം പറയുന്നത്. അപ്പൊ ഈ ഒരു ബോധഗയക്ക് പ്രാധാന്യം കൊടുക്കുന്നതും ബുദ്ധന്റെ എൻലൈറ്റൻമെന്റ് കിട്ടിയ ഒരു പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അശോക ഈ ഒരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അശോക ഒരു ലാൻഡ്മാർക്ക് തന്നെ കൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം ഇത് ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ബോധഗയ അതിന് കുറച്ചുകൂടിയും ഇന്റർനാഷണൽ അക്രഡിഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആൾക്കാരെ തിരിച്ചറിയാനും അതറിഞ്ഞ് ഇവിടെ പ്രവേശിക്കാൻ വേണ്ടിയിട്ടും ഒരു ഡോക്യുമെന്റേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഡോക്യുമെന്റിന് ശേഷമാണ് ഇത് ഒരു ബുദ്ധിസ്റ്റ് സൈറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിന്റെ ഒരു റീസ്റ്റോറേഷൻ നടന്നത് 1861 അതിനുശേഷമാണ് ബുദ്ധിസ്റ്റ് ഗയ അല്ലെങ്കിൽ ബോധഗയ എന്നൊക്കെ ഈ ഒരു ടെമ്പിളിന് പേര് വന്നത്. അടുത്ത് പഠിക്കാനുള്ളത് ഹരിദ്വാർ ആണ്. ഹരിദ്വാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഈ ഒരു സിറ്റി ഗംഗ റിവറാൽ ചുറ്റപ്പെട്ടതാണ് ഈ ഒരു ഹരിദ്വാർ എന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഹിമാലയയുടെ ഏറ്റവും ഒരു ടോപ്പ് മോസ്റ്റിലാണ് ഈ ഒരു ഹരിദ്വാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഗോഡ്സിന്റെ ഒരു ഗേറ്റ് വേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനും ഒരു റിലീജിയസ് സിഗ്നിഫിക്കൻ്റ് ഉണ്ട്. കാരണം ദൈവങ്ങളുടെ ഒരു ഗേറ്റ് വേ ആയിട്ടാണ് ഹരിദ്വാറും കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇതിന് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് മാത്രമല്ലാതെ ഒരുപാട് കൾച്ചറൽ കൂടിയും ഇത് അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത.
അപ്പൊ ഹരിദ്വാർ കുംഭമേള, അതായത് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടെയാണ് ഹരിദ്വാർ. ഇത് എല്ലാ 12 വർഷങ്ങളിലും ഈ ഒരു കുംഭമേള ഫെസ്റ്റിവൽ നടക്കും. അർദ്ധ കുംഭമേള എല്ലാ 6 വർഷങ്ങളിലും നടക്കുന്ന ഒന്നും കൂടെയാണ്. ഇപ്പൊ ഹരിദ്വാർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ടെമ്പിൾസ്, ആശ്രമങ്ങള്, ധർമ്മശാലകള്, സേക്രഡ് വാട്ടർ ബോഡീസ് ഒക്കെയാണ് ഈ ഒരു ഹരിദ്വാർ അറിയപ്പെടുന്നത്. അടുത്ത് പഠിക്കാനുള്ളത് ശബരിമലയാണ്. അപ്പം ശബരിമല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അപ്പൊ ഈ ഒരു ശബരിമല ഒരു ഹിന്ദു ടെമ്പിൾ ആണ്. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ആണ് ഈ ഒരു ശബരിമല സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു ഹിന്ദു ടെമ്പിൾ ആണ്. ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ച ഒരു ടെമ്പിൾ ആണ്. മണ്ഡല പൂജ കാലഘട്ടത്തിലാണ് ഈ ഒരു ടെമ്പിള് തുറന്ന് പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ. അപ്പം ഈ ഒരു ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അയ്യപ്പ ദൈവത്തിനാണ്. ഗോഡ് അയ്യപ്പനാണ് ഈ ഒരു ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോഡ് അയ്യപ്പൻ ധർമ്മശാസ്ത എന്നും അറിയപ്പെടുന്നു. ഇവര് ശിവഭഗവാന്റെയും വിഷ്ണുവിന്റെ ഫീമെയിൽ വേർഷൻ ആയിട്ടുള്ള മോഹിനിയുടെയും മകനായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ശബരിമല ഹില്ലിലാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില് ശബരിമല ഹില്ലിലാണ് ശബരിമല ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവിന്റെ ഈ 18 ഹില്ലുകളും ചുറ്റപ്പെട്ടതാണ് ഈ ഒരു ശബരിമല ടെമ്പിള്. ഇത് ഇന്നും വേൾഡില് ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ആനുവൽ പിൽഗ്രിം ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ടെമ്പിള് ഞാൻ പറഞ്ഞു മണ്ഡല പൂജ കാലഘട്ടത്തിലാണ് ഈ ഒരു ടെമ്പിള് വർഷിപ്പ് ചെയ്യുന്നത്. ഇവിടെ 12 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക്, 12 വയസ്സും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കുള്ള പ്രവേശനം ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. പ്രവേശനം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പം ഭാഗവത പുരാണക്കനുസരിച്ചിട്ട് ഗോഡ് ശിവഭഗവാൻ വിഷ്ണുവിന്റെ ഫീമെയിൽ വേർഷൻ ആയിട്ടുള്ള മോഹിനിയുമായിട്ട് ഇഷ്ടത്തിലാവുകയും അതിനുശേഷമാണ് ശാസ്ത എന്നുള്ള ഒരു ഗോഡിന് കൺസെപ്ഷൻ ഉണ്ടാവുകയും ചെയ്തത്. അപ്പം അയ്യപ്പ ഭഗവാൻ തന്നെയാണ് ശാസ്താവ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. ഈ ഒരു ശബരിമല ടെമ്പിൾ നേരത്തെ പറഞ്ഞു അയ്യപ്പ ഭഗവാന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടതെന്ന്. അപ്പം ശാസ്താവാണ് ഈ ഒരു അയ്യപ്പന്റെ ഫോമില് അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. 1902 ട്രാവൻകൂർ റൂളർ ഇതിന്റെ ഒരു റീസ്റ്റോറേഷൻ ആയിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിന് ഒരുപാട്, അതായത് ഇതൊരു ഫയർ ഇൻസിഡന്റിന് ശേഷം ഇതിൽ ഒരുപാട് ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1950 ഈ ഒരു ടെമ്പിള് റീബിൽറ്റ് ചെയ്യപ്പെട്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ടുള്ള ടെമ്പിൾസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ അമൃത്സർ പറഞ്ഞു, അജ്മീർ പറഞ്ഞു, ഹരിദ്വാർ പറഞ്ഞു, ശബരിമല ടെമ്പിളിനെ കുറിച്ചിട്ടും പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.